ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അഥവാ ജീവിതശൈലി രോഗങ്ങൾ എന്ന ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ലൈഫ് സ്റ്റൈൽ കൺട്രോൾ പ്രോഗ്രാം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് 2005-ലാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ടാകുന്നത് അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഹാബിറ്റുകൾ കൊണ്ടാണ്. അതായത് അനാരോഗ്യകരമായ ജീവിത രീതികൾ കൊണ്ടാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസിനുള്ള മെയിൻ കാരണം മദ്യപാനം, പുകവലി, മയക്കുമരുന്നിൻ്റെ ഉപയോഗങ്ങൾ, പിന്നെ വ്യായാമക്കുറവ്, മാനസിക സമ്മർദ്ദം തുടങ്ങിയ കാരണത്താൽ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നു. ഇനി നമുക്ക് കുറച്ചു ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ച് നോക്കാം. ഡയബറ്റിസ് എന്ന് പറയുന്നത് ഒരു ജീവിതശൈലി രോഗമാണ്. അതായത് ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ ഡിസ്ഫങ്ഷനോ കാരണമാണ് ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം ഉണ്ടാകുന്നത്. പ്രമേഹം ബേസിക് ആയിട്ട് 2 തരമുണ്ട്, ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം. ടൈപ്പ് 1 ആണെങ്കിൽ അത് ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാകുന്നത്. എല്ലാ പ്രായത്തിലുള്ളവരെയും ഇത് ബാധിക്കുന്നുണ്ടെങ്കിലും സാധാരണ കുട്ടികളിലും യുവാക്കളിലുമാണ് ടൈപ്പ് 1 ഡയബറ്റിസ് കാണപ്പെടുന്നത്. അതായത് പാൻക്രിയാസ് ആവശ്യമായ അളവിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതെ വരുമ്പോഴാണ് ഇൻസുലിൻ ഡെഫിഷ്യൻസി കാരണം ടൈപ്പ് 1 ഡിസീസ് ഉണ്ടാകുന്നത്, ടൈപ്പ് 1 ഡയബറ്റിസ് ഡിസീസ് ഉണ്ടാകുന്നത്. ഇനി ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത് പ്രായമായവരെയാണ് കൂടുതൽ ബാധിക്കുന്നത്. അതായത് പാൻക്രിയാസ് ആവശ്യത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതിരിക്കുമ്പോഴോ ശരീരകോശങ്ങൾ ഇൻസുലിൻ പ്രതിരോധിക്കുമ്പോഴോ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്നതാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്നതാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. ഡയബറ്റീസ് ഉള്ളവർക്ക് പൊതുവെ കാഴ്ചയ്ക്ക് പ്രോബ്ലംസ് വരാറുണ്ട് അല്ലേ? അപ്പോൾ ഡയബറ്റീസ് ഉള്ളവരുടെ കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയെയാണ് ഡയബറ്റിസ് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. അതായത് റെറ്റിനയിലേക്കുള്ള രക്തക്കുഴലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ച് കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയെയാണ് ഡയബറ്റിസ് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. ഫാറ്റി ലിവറും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള പ്രധാന കാരണം കരളിൽ അധികമായ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതാണ്. ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള പ്രധാന കാരണം കരളിൽ അധികമായ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതാണ്. ഒബിസിറ്റി അഥവാ അമിതവണ്ണം, ഇതും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ശരീരത്തിലെ കണക്റ്റീവ് ടിഷ്യൂ ആയ അഡിപ്പോസ് ടിഷ്യൂവിൻ്റെ അസാധാരണമായ വളർച്ചയാണ് ഒബിസിറ്റി അഥവാ അമിതവണ്ണം എന്ന് പറയുന്നത്. അതായത് ഒരു മനുഷ്യൻ്റെ ഹൈറ്റിനോട് വെയ്റ്റും കമ്പയർ ചെയ്താണ് ഒബിസിറ്റി നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അങ്ങനെ അതായത് ഇത്ര ഹൈറ്റുള്ള ആൾക്ക് ഇത്ര വെയിറ്റ് വേണം, അതാണ് ബാലൻസ്ഡ് ആയിട്ടുള്ള വെയിറ്റ് എന്ന് പറയില്ലേ നമ്മൾ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഹൈറ്റിനോട് വെയിറ്റും കമ്പയർ ചെയ്താണ് ഒബിസിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബിസിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്? ബോഡി മാസ് ഇൻഡെക്സിൻ്റെ ബേസിലാണ്. നെക്സ്റ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. സ്ട്രോക്കിനെ ബ്രെയിൻ അറ്റാക്ക് എന്നും സെറിബ്രോ വാസ്കുലാർ ആക്സിഡന്റ് എന്നും പറയുന്നു. ഈ സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്ന് പറയുന്നത് തലച്ചോറിലെ രക്തക്കുഴലുകളുടെ വിള്ളൽ രക്തപ്രവാഹം തടയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ്. തലച്ചോറിലെ രക്തക്കുഴലുകളുടെ വിള്ളൽ രക്തപ്രവാഹം തടയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്നതാണ് കൊറോണറി ധമനികൾ. അപ്പോൾ ഈ കൊറോണറി ധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയെയാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. പിന്നെ ECG ഉപയോഗിച്ചാണ് നമ്മൾ ഹാർട്ടിൻ്റെ ഡിസീസുകൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസൊക്കെ മെഷർ ചെയ്യുന്നത്. ആർട്ടറീസിൽ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ഹൃദയപേശികൾക്ക് ഓക്സിജൻ ലഭിക്കാതെ ചെസ്റ്റ് പെയിൻ ഉണ്ടാകുന്ന അവസ്ഥയെയാണ് ആൻജിന പെക്ടോറിസ് എന്ന് പറയുന്നത്. ആർട്ടറീസ് ബ്ലോക്ക് ആകുമ്പോൾ ഹൃദയപേശികൾക്ക് ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോൾ ചെസ്റ്റ് പെയിൻ ഉണ്ടാകും. ഈ അവസ്ഥയെയാണ് ആൻജിന പെക്ടോറിസ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഹൈപ്പർ ടെൻഷൻ അഥവാ അമിത രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. അതായത് സാധാരണ നിരക്കിനേക്കാൾ രക്തസമ്മർദ്ദം കൂടുന്ന അവസ്ഥയെയാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ബ്ലഡ് പ്രഷർ എത്രയാണെന്ന് നമുക്കറിയണം അല്ലേ? സാധാരണ ബ്ലഡ് പ്രഷർ എത്രയാ? 120/80. അപ്പോൾ ഈ 120/80 കൂടുതൽ ബ്ലഡ് പ്രഷർ വരുന്ന അവസ്ഥയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഈ 120 എന്ന് പറയുന്നത് സിസ്റ്റോളിക് പ്രഷറും 80 എന്ന് പറയുന്നത് ഡയസ്റ്റോളിക് പ്രഷറുമാണ്. അപ്പോൾ ഈ 120/80 എന്നുള്ള റേറ്റിലും കൂടുതൽ രക്തസമ്മർദ്ദം ഉണ്ടാകുന്നതാണ് ഹൈപ്പർ ടെൻഷനു കാരണം. ഈ ഹൈപ്പർ ടെൻഷനെ നമ്മൾ സൈലന്റ് കില്ലർ എന്നും പറയുന്നു. സൈലന്റ് കില്ലർ എന്നറിയപ്പെടുന്ന ഡിസീസ് ഏതാണ്? ഹൈപ്പർ ടെൻഷൻ. വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ ആയി ആചരിക്കുന്നത് മെയ് 17 ആണ്. മെയ് 17 ആണ് വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ ആയി ആചരിക്കുന്നത്. ആർത്രൈറ്റിസ് സന്ധികളെ ബാധിക്കുന്ന രോഗമാണ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. സന്ധികളെ ബാധിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. വെയർ ആൻഡ് ടിയർ ഡിസീസ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ വിയർ ആൻഡ് ടിയർ ഡിസീസ് എന്നറിയപ്പെടുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഏതാണ്? ആർത്രൈറ്റിസ്. നെക്സ്റ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ക്യാൻസർ. വേൾഡ് ക്യാൻസർ ഡേ ആയി ഫെബ്രുവരി 4 ആചരിക്കുന്നു. വേൾഡ് ക്യാൻസർ ഡേ എന്നാണ്? ഫെബ്രുവരി 4. ശരീരത്തിലെ ചില കോശങ്ങൾ അമിതമായി വളരുകയും മറ്റ് ബോഡി പാർട്സിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്ന അവസ്ഥയെയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ശരീരത്തിലെ ചില കോശങ്ങൾ അമിതമായി വളരുകയും മറ്റ് ബോഡി പാർട്സിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്ന അവസ്ഥയെയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ക്യാൻസറിനെ കുറിച്ചുള്ള സ്റ്റഡിയെ ഓങ്കോളജി എന്ന് പറയുന്നു. ക്യാൻസറിനെ കുറിച്ചുള്ള സ്റ്റഡിയെ ഓങ്കോളജി എന്ന് പറയുന്നു. ക്യാൻസറിന് കാരണമാകുന്ന ജീനാണ് ഓങ്കോജീൻ. ക്യാൻസറിന് കാരണമാകുന്ന ജീനാണ് ഓങ്കോജീൻ. ക്യാൻസറിന് കാരണമാകുന്ന ഏജന്റ് ആണ് കാർസിനോജൻ. ക്യാൻസറിന് കാരണമാകുന്ന ഏജന്റ് ആണ് കാർസിനോജൻ. പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന ക്യാൻസറിന് കാരണമായ വിഷവസ്തുവാണ് ഡയോക്സിൻ എന്നറിയപ്പെടുന്നത്. പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന ക്യാൻസറിന് കാരണമാകുന്ന വിഷവസ്തുവാണ് ഡയോക്സിൻ എന്നറിയപ്പെടുന്നത്. സ്തനാർബുദം കണ്ടെത്താൻ മാമോഗ്രഫിയും ഗർഭാശയ ക്യാൻസർ കണ്ടെത്താൻ പാപ് സ്മിയറും യൂസ് ചെയ്യുന്നു. സ്തനാർബുദം കണ്ടെത്താൻ മാമോഗ്രഫിയും ഗർഭാശയ ക്യാൻസർ കണ്ടെത്താൻ പാപ് സ്മിയർ ടെസ്റ്റും യൂസ് ചെയ്യുന്നു. ലൈഫ് സ്റ്റൈൽ ഡിസീസ് അഥവാ ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.